ശ്രീ എസ് കെ സജീഷ്, ഇവിടെ മാറാട് പിന്നെയും പറയുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വേദിയിൽ ന്യൂനപക്ഷ സംരക്ഷണവും ഈ പറഞ്ഞ കാര്യമൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞതിനൊടുവിലാണത് പറഞ്ഞത്. പക്ഷേ മാറാട് പറയുന്നത് അത് തുടങ്ങി വെക്കുന്നത് വെള്ളാപ്പള്ളിയാണ്, ഏറ്റുപിടിച്ച അവാസ്തവം കൂടി ചേർത്ത് പറഞ്ഞ എ കെ ബാലനാണ്, അതിന് പിന്തുണ കൊടുത്തതും ആവർത്തിക്കുന്നതും മുഖ്യമന്ത്രിയാണ്. കലാപങ്ങൾ പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുക എന്ന സ്ട്രാറ്റജി അത് CPM-ന്റെ ലക്ഷ്യതന്ത്രമാണോ അതോ CM ഓഫീസിന്റെ സ്ട്രാറ്റജിയാണോ ശ്രീ എസ് കെ സജീഷ്? അല്ല, നിങ്ങളിൽ പലരും ചേർന്ന് തെറ്റായ വ്യാഖ്യാനങ്ങൾ നടക്കുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഉണ്ടായ നിരവധിയായ നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വർഗീയ അസ്വാരസ്യങ്ങളില്ലാതെ ഈ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു എന്ന്. UDF-ൻ്റെ ഭരണകാലം 10 വർഷം മുമ്പ് കേരളത്തിൽ ഇതുപോലെയുള്ള കലാപങ്ങളുണ്ടായിരുന്നു. ആ കലാപങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലുൾപ്പെടെ UDF ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടുകളും നയങ്ങളുമെല്ലാം നമുക്ക് ഓർമ്മയുണ്ട്. ഇവിടെ പ്രസംഗത്തെക്കുറിച്ചെല്ലാം സംസാരിക്കുമ്പോൾ അന്ന് ആ കലാപത്തിൻ്റെ ഭാഗമായി ആ കലാപത്തിന് ശേഷം ആ കലാപം വീണ്ടും ആളിക്കത്തിക്കാൻ വേണ്ടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വർഗീയ വിഷം ചീറ്റുന്ന പ്രവീൺ തൊഗാഡിയ കോഴിക്കോട് വന്ന് പ്രസംഗിച്ചു. അങ്ങേയറ്റത്തെ വർഗീയ പരാമർശങ്ങൾ, കലാപം ആളിക്കത്തിക്കാൻ വേണ്ടിയുള്ള ഉത്തരേന്ത്യൻ മോഡൽ പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിന് എതിരെ എന്ത് നിലപാടായിരുന്നു ഇവിടെ കോൺഗ്രസും അതുപോലെ അന്നത്തെ കോൺഗ്രസിൻ്റെ UDF-ൻ്റെ ഗവൺമെൻറ് സ്വീകരിച്ച വ്യത്യസ്തമായ സമീപനമായിരുന്നു. ആ കേസ് തന്നെ തള്ളിക്കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ കേസ് പോലും പിൻവലിച്ചു കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തരം എല്ലാ ശക്തികളെയും, കലാപം ഉണ്ടാക്കുന്ന ശക്തികളെയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ഇവിടെ ഒരാൾക്ക് നേരെ പോലും അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കില്ല, പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഉണ്ടാവില്ല. തെറ്റാര് ചെയ്താലും ആ തെറ്റിനെ തെറ്റായി കണ്ടുകൊണ്ട് തന്നെ ശക്തമായി നിലപാട് സ്വീകരിക്കും എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. ആ നിലപാടാണ് വർഗീയ അസ്വാരസ്യങ്ങളില്ലാതെ ഈ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി കഴിയുന്നത്. അത് മതനിരപേക്ഷമായി ചിന്തിക്കുന്ന എല്ലാവർക്കും നല്ല ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് അത്തരം കാര്യം ഞങ്ങൾ ഉറപ്പുവരുത്തുകയും പറയുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം നമ്മൾ കാണേണ്ടത്, ഇവിടെ VD സതീശനുൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും നിലപാടെന്താണ്? ഈ രാജ്യത്ത് സംഘപരിവാരത്തെ പ്രതിരോധിക്കാനുള്ള നിലപാടെന്താണ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയാണല്ലോ, ബീഹാറിൽ 6 MLA-മാരുള്ളത്, 6 MLA-മാരും NDA പക്ഷത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് എന്നാണല്ലോ നമ്മൾ കാണുന്നത്. രാജ്യത്തുടനീളം ഈ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിലും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളുകൾ BJP-യോടൊപ്പം പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതെല്ലാം കേരളത്തിലുൾപ്പെടെ നാം കാണുന്നുണ്ട്. VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംഘപരിവാരത്തെ പ്രതിരോധിക്കാൻ വേണ്ടി, വർഗീയതയെ പ്രതിരോധിക്കാൻ വേണ്ടി ഇനി തെരഞ്ഞെടുപ്പിൽ അങ്ങ് തോറ്റുപോയാലും അതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അപ്പുറത്തുനിന്ന് സംഘപരിവാരത്തിൻ്റെ ആളുകൾ പറയുന്നു ഈ VD സതീശൻ ജയിക്കുന്നത് ഞങ്ങളുടെ വോട്ട് നേടിയിട്ടാണ് എന്ന്. അല്ല എന്ന് പറയാനോ അവരോട് തിരിച്ച് സംസാരിക്കാനോ കഴിയുന്നുണ്ടോ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന്? പറയില്ലല്ലോ. ഈ RSSകാർ ആരാധിക്കുന്ന ഗോൾവാൾക്കറുടെ ചിത്രത്തിൻ്റെ അടിയിൽ പോയി വിളക്ക് കൊളുത്തി സേവാഭാരതിയുടെ RSSൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹത്തിന് യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ലല്ലോ. അവരാണ് ഇവിടെ മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുന്നത് ആ പാർട്ടിയുടെ പരിപാടിക്കനുസരിച്ചാണ്, ഭരണഘടനയും പരിപാടിയും അനുസരിച്ചാണ്. ആ പരിപാടി അംഗീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്താണോ മുന്നോട്ട് വെക്കുന്നതെന്ന് വ്യക്തമായി പരിപാടിയിലൂടെ പറഞ്ഞുകൊണ്ടാണ് CPM മുന്നോട്ട് പോകുന്നത്. ആ പാർട്ടി പരിപാടിക്കകത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടനാപരമായി ഈ രാജ്യത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ സംഘപരിവാരം നിഷേധിക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തരം അവർ സാമ്പത്തികമായും സാമൂഹികമായും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പിന്നോക്കാവസ്ഥ, ഇതെല്ലാം പരിഹരിക്കാൻ ക്രിസ്ത്യൻ ന്യൂനപക്ഷമായാലും മുസ്ലിം ന്യൂനപക്ഷമായാലും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പാർട്ടി പരിപാടിക്കകത്ത് ഓരോ പാർട്ടി മെമ്പറും കൃത്യമായി പിന്തുടരേണ്ട പരിപാടിക്കകത്ത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. ആ നിലപാട് സ്വീകരിച്ചുകൊണ്ടേ ഒരു CPM പ്രവർത്തകന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. അതാണ് CPM മറ്റ് പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. കോൺഗ്രസിന് എവിടെയെങ്കിലും അങ്ങനെ പറയാൻ വേണ്ടി കഴിയുമോ? അവരെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുമോ? അതൊന്നും കാണാൻ വേണ്ടി കഴിയില്ല. അവർ ഒരേ നയം പിന്തുടരുകയും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് വർഗീയത ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ്. അതായത് BJP തീവ്രമായ ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ അത് മൃദുത്വമായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാണ് എപ്പോഴും കോൺഗ്രസ് ശ്രമിച്ചിട്ടുള്ളത്. ആ ശ്രമത്തിൻ്റെ പരാജയമാണ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുചെന്നെത്തിച്ചത്. സതീഷ്, 2006-ൽ പ്രതിപക്ഷ നേതാവ് ഈ ഗോൾവാൾക്കറിന്റെ ചിത്രം പറഞ്ഞു. രാഷ്ട്രീയമായി ശരിയാണോ എന്ന് രാജീവ് പി നായരും VD സതീശനും പറയട്ടെ. തെറ്റാണെന്നാണ് എൻ്റെ നിലപാട്. രാഷ്ട്രീയമായി അത് VS ചിദംബരം പോയി ചെയ്തോട്ടെ, അത് VS ചിദംബരം ചെയ്യേണ്ട പണിയാണ്, പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട പണിയല്ല.
എസ് കെ സതീഷ്, പക്ഷേ 2006 കാര്യം പറയുമ്പോൾ ഇവിടെ അതിനുശേഷം ഇങ്ങോട്ട് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നിരന്തരം വിഷവർഗീയത തുപ്പിക്കൊണ്ട് നാട് നീളം നടക്കുകയാണ്. സതീഷ് അയാളെ കാറിൽ കയറ്റുന്ന അദ്ദേഹത്തെ, ആ മനുഷ്യനെ, ആ ബഹുമാനായ വ്യക്തിത്വത്തെ കാറിൽ കയറ്റുന്ന ഒരു കുഴപ്പമില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്നലെ കാന്തപുരത്തിന്റെ വേദിയിൽ പോയി സംസാരിച്ചല്ലോ. കാന്തപുരത്തെ പറ്റി എന്തൊക്കെ വഷളത്തരമാണ് ഈ വെള്ളാപ്പള്ളി പറഞ്ഞു നടക്കുന്നത്. ഒരു വാക്ക് ആ വേദിയിൽ മുഖ്യമന്ത്രി കാന്തപുരത്തിന് അനുകൂലമായി പറഞ്ഞില്ലല്ലോ. എന്താ കാര്യം? അല്ല, ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശൻ CPIM-ന്റെ ഒരു അംഗമോ CPIM-ന്റെ നിലപാട് പറയുന്ന ആളോ അല്ല. അദ്ദേഹത്തെ കാറിൽ കയറിയതുമായി ബന്ധപ്പെട്ട കാര്യം മുഖ്യമന്ത്രി തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ ശ്രീ രമേശ് ചെന്നിത്തലയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ കേട്ടു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത്. നിങ്ങൾ അദ്ദേഹത്തെ കാറിൽ കയറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ കാറിൽ കയറ്റും എന്ന് തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തലയും പറയുന്നത്. ഇത്തരം കാര്യങ്ങളെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റു പല നെറേറ്റീവുകളും സൃഷ്ടിക്കാനും പച്ചവർഗീയത പറഞ്ഞു വെള്ളാപ്പള്ളി പറയാൻ അംഗീകരിക്കാൻ കഴിയില്ല. വെള്ളാപ്പള്ളി പറയുന്നത് പച്ചവർഗീയതയാണ്. വെള്ളാപ്പള്ളി പറയുന്നത് കേരളത്തിന്റെ കേരളത്തിലെ സോഷ്യൽ ഫാബ്രിക്കിനെ കുത്തിപ്പുണ്ണാക്കലാണ്. ഈ പറയുന്ന മലപ്പുറം ഒരു പ്രത്യേക രാജ്യമല്ല. ഈ പറയുന്ന രീതിയിൽ കാന്തപുരം പറയുന്നത് കേട്ടാൽ, കാന്തപുരം പറയുന്നത് കേട്ടാണ് ഈ സർക്കാർ ഭരിക്കുന്നതെന്ന് പറഞ്ഞു. ആർജവത്തോട് അങ്ങനല്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടോ? നമ്മൾ ഇല്ല. വെള്ളാപ്പള്ളി പറയുന്ന വർഗീയവാദമാണ് എന്ന് താങ്കൾ പറയോ? ഇല്ല. അപ്പോൾ 2006 VD സതീശന്റെ ആ ചിത്രം ഓർക്കുകയും ഇപ്പോഴത്തെ വെള്ളാപ്പള്ളിയുടെ വർഗീയത കാണാതിരിക്കുകയും ചെയ്താൽ അതിൽ പ്രശ്നമില്ലേ ശ്രീ സതീഷ്? 2006 മാത്രമല്ല ഹാഷ്മി, 2006 2002 അദ്ദേഹം തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ച ഘട്ടങ്ങളിലെല്ലാമായാലും RSSന്റെ വോട്ട് നേടിക്കൊണ്ടാണ് വിജയിച്ചിട്ടുള്ളത് എന്ന് RSSന്റെ നേതാക്കന്മാരുൾപ്പെടെ പരസ്യമായി പറയുന്നു. എന്നാൽ അവരോടൊന്ന് എതിർത്ത് സംസാരിക്കാൻ വേണ്ടി പോലും ശ്രീ VD സതീശൻ തയ്യാറാകുന്നില്ല. അങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടി പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല. അതിന് അദ്ദേഹത്തിന് ഭയമാണ്. കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ ഇത് വെള്ളാപ്പള്ളി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിന് അദ്ദേഹം ഒന്ന് കാറിൽ കയറുന്നതും അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെയുമെല്ലാം വലിയ തോതിൽ അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രി നമ്മുടെ നികുതി പണത്തിന് വാങ്ങി നമ്മുടെ നികുതി പണത്തിന് എണ്ണ അടിക്കുന്ന വണ്ടിക്കകത്ത് കയറ്റി നടക്കുക. ഇനിയും കയറ്റുമെന്ന് പറയുക. അതിന്റെ ശരിയാണെന്ന് മുഖ്യമന്ത്രി പറയുക. ഈ പറയുന്ന മനുഷ്യൻ പിന്നെ വർഗീയത പറഞ്ഞു നടക്കുക. ഈ പിണറായി വിജയൻ ഈ വെള്ളാപ്പള്ളിയെ പറ്റി നേരത്തെ പിണറായി വിജയൻ വളരെ വ്യക്തമായി പറഞ്ഞാണ്. മുഖ്യമന്ത്രി ഒരു വ്യക്തം പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി വ്യക്തം പറഞ്ഞു ഇപ്പോഴൊന്നും അല്ല, നേരത്തെ. എന്ന് പറഞ്ഞാൽ മാൻഹോളിൽ കുടുങ്ങി മരിച്ച നൗഷാദ് മരിച്ചപ്പോഴേക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരള തൊഗാഡിയ എന്ന് വിളിച്ചു വെള്ളാപ്പള്ളിയെ. വെള്ളാപ്പള്ളിയെ പറ്റി നേരത്തെ മുഖ്യമന്ത്രി ഒന്ന് കേൾപ്പിക്കാവോ? കാര്യത്തിൽ ഏറ്റവും പ്രശംസനീയമായ നിലപാട് സ്വീകരിച്ച ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ടാണ് ഈ ഒരു വിവരദോഷം പറഞ്ഞത്. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന നാക്കിന്റെ ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത്. അത് സാധാരണഗതിയിൽ ഒരു വർഗീയവാദിക്ക് മാത്രമേ ആ രീതിയിൽ സംസാരിക്കാനാവും. ചരിത്രം പഠിക്കുന്നത്, ആരാണ് ശ്രീനാരായണ ഗുരുവിനെ പഠിക്കുന്നത്, അത് ചിന്തിച്ചാൽ മതി. വെള്ളാപ്പള്ളി നടേശൻ VS അച്യുതാനന്ദനെയോ പിണറായി വിജയനെയോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയെയോ പണ്ട് പറഞ്ഞതുകൊണ്ട് ഈ ചെയ്യുന്നതിനൊന്നും ന്യായീകരണമാകില്ല എന്ന് മനസ്സിലായി. സതീഷ്, ഇത് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പൊ പറയുന്ന വർഗീയതയുടെ 100 പറയാത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട് ഈ പിണറായി വിജയൻ, അന്ന് VS അച്യുതാനന്ദൻ. അതിന്റെ 50 ഇരട്ടി 100 ഇരട്ടി ആവേഗത്തിൽ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വെള്ളാപ്പള്ളി സപ്പോർട്ട് ചെയ്യുക. നേർക്കുന്ന ധൈര്യത്തിന് ഒരു വാക്ക് പറയാൻ നിങ്ങൾ മടിക്കുക, സതീഷ് അടക്കം. അവിടെയാണ് ഇരട്ടത്താപ്പ്. ആഷ്മി, ഒരു കാര്യം, നിങ്ങൾ പ്രത്യേകമായ നിങ്ങളുടെ ഉദ്ദേശം വെച്ചിട്ടുള്ള ചില നെറേറ്റീവുകൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വർഗീയതയെ വർഗീയപരമായ എല്ലാ കാര്യങ്ങളെയും അതിശക്തമായി പ്രതിരോധിക്കുകയും മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് പ്രത്യേകമായി ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ കുബുദ്ധിയോടുകൂടി ഉദ്ദേശിക്കുന്ന ആളുകളുടെ മുന്നിൽ അത് തുറന്നു കാണിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ നിലപാട് സമൂഹത്തിൽ എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഈ പറയുന്ന ശ്രീ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൽ വർഗീയത ഏറ്റവും ചീറ്റിയ ഈ മറുനാടൻ ഷാജി എന്ന് പറയുന്ന ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെ പ്രതിപക്ഷ നേതാവ് ഇഫ്താറിന് ക്ഷണിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടില്ല. ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം എന്നും വിചാരിക്കുന്നില്ല. ഏതെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ ഒരാൾ ചിരിക്കുന്നതോ ലോക്യം ചെയ്യപ്പെടേണ്ടത് പറയട്ടെ. ഇവിടെ പരമത വിദ്വേഷം ഇസ്ലാം വിരുദ്ധ മാത്രമല്ല ക്രൈസ്തവ വിരുദ്ധതയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന
ഒരു മാധ്യമപ്രവർത്തകന്റെ പേര് നോക്കി അയാളുടെ സ്ഥലം നോക്കി അയാളെ ഭീകരവാദിയായി ചിത്രീകരിക്കുന്ന ഒരാളോട് സോഫ്റ്റ് കോർണറാ. ഇപ്പം മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്ന് പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ് എന്ന് സജീഷ് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രി പറയോ? പറയില്ല. എം പി ഒന്നും പറയോ? പറയില്ല. നേരത്തെ ആണെങ്കിൽ പറയും, അത് പറഞ്ഞിട്ടുണ്ട്. എസ് കെ സജീഷ്. എനിക്ക് സംസാരിക്കാമല്ലോ ഹാഷ്മി. എനിക്ക് സംസാരിക്കാൻ താങ്കൾ അവസരം തരികയാണെങ്കിൽ എനിക്ക് കാര്യങ്ങൾ പറയാനുള്ള സമയമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ഞാൻ സംസാരിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള സമയം തരണം. അതൊരു സാമാന്യമായ രീതിയാണ്. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചിലത് നിസ്സാരമായി തള്ളിക്കളയുകയും അപകടകരമായതിനെ നിസ്സാരമായി തള്ളിക്കളയുകയും എന്നാൽ മറ്റു ചിലതിനെ പർവ്വതീകരിക്കുകയും ചെയ്യും. അതൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ്. ഇവിടെ കേരളത്തിൽ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ബോധപൂർവ്വം ആഹ്വാനം നൽകുക മാത്രമല്ല, ആ കലാപവേദിയിൽ വന്ന് പരസ്പരം മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി ഉത്തരേന്ത്യൻ മോഡൽ പ്രസംഗിച്ച തൊഗാഡിയുടെ കേസ് പിൻവലിച്ചു കൊടുത്തത്, രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയവാദിയുടെ കേസെടുക്കേണ്ടി വന്ന കേസ് പിൻവലിച്ചു കൊടുത്തത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നേയില്ല. ആ ആളുകളാണ് ഇപ്പുറം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും അവർക്കിത് പറയാൻ അവകാശമില്ല എന്നും ആദ്യം പറഞ്ഞു വെക്കേണ്ടതുണ്ട്. മറുനാടൻ ഷാജിയെക്കുറിച്ച് പറയണ്ട എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഇവിടെ വലിയ തോതിലുള്ള വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചയാളാണ്. അത് പൊതുവേ സമൂഹം അംഗീകരിച്ചിട്ടുള്ളതുമാണ്. ആ വ്യക്തിത്വത്തെയാണ് ഇഫ്താറിന് പ്രതിപക്ഷ നേതാവിന് ക്ഷണിക്കുന്നത്. അത് കാറിൽ ഒരു പെട്ടെന്നുണ്ടാകുന്ന സംഭവം പോലെ, കാറിൽ കയറുന്ന പോലെ ഉള്ള ഒരു വിഷയമല്ല. ഇപ്പോ AP വിഭാഗത്തിന്റെ തന്നെ ആ കാരണം പറഞ്ഞു ഷാജി എത്ര നാൾ ജയിലിൽ കിടന്നു പ്രസിഡന്റ് ആയിട്ടുള്ള ഇവിടെ സർക്കാരിന്റെ ഒരു ഭരണകൂടം ഉണ്ടല്ലോ. PV Anwar പലയാവർത്തി കേസുമായി വന്നിട്ടുണ്ടല്ലോ. സമയം തരാൻ മാത്രം മതി. അങ്ങനെ വിദ്വേഷം ഉണ്ടാക്കിയ ഷാജി എത്ര നാൾ ഈ സർക്കാരിന് ജയിലിൽ കിടന്നു? ആഷ്മി, ഒരു കാര്യം ഒന്ന് പറയുമ്പോഴത്തേക്ക് വേറൊന്ന് പറഞ്ഞ് വെറുതെ അങ്ങ് തെന്നിത്തെറിച്ച് പോവല്ലേ എസ് കെ സജീഷ്? ഒരു തെന്നിത്തെറിച്ച് പോകുന്ന കാര്യമൊന്നുമില്ല. ഹാഷ്മി എന്തിനാ പ്രയാസപ്പെടുന്നത്? ഹാഷ്മിക്ക് ഞാൻ ഈ ചർച്ചയിൽ വേണ്ട, എൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കണ്ട എന്നുള്ള അഭിപ്രായമാണുള്ളതെങ്കിൽ ഇരിക്കാതിരിക്കുന്നതോ വിളിക്കാതിരിക്കുന്നതോ ആണ് ഏറ്റവും നല്ലത്. എന്നാൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഇത് പറയുന്നത് സംസാരിക്കുക, എന്താണോ ഉദ്ദേശിച്ച കാര്യം അത് പറയുന്നത് പറയാൻ അനുവദിക്കാതിരിക്കുക, അതിൻ്റെ ഇടയിൽ പറഞ്ഞുകൊണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഒഴിവാക്കി തന്നാൽ കുറച്ചുകൂടി സൗകര്യമാണ്. താങ്കൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം താങ്കളുടെ ഒരു അവതരിപ്പിച്ചു പോകാം. ഈ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്ന് പറയുന്ന അസംബന്ധമാണ് എന്നടക്കം കാര്യങ്ങൾ പറയാൻ നിങ്ങൾ ഇപ്പോഴും തയ്യാറുണ്ടോ? അതിനോട് ചേർത്ത് മറുപടി പറഞ്ഞോളൂ. എന്താണ് സംശയം ഹാഷ്മി? ഒരു കാര്യം, ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരെ പറഞ്ഞത് മറ്റ് നിലപാടുകൾ, ഈ നിലപാടിനെയൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ അവസാനിക്കുന്ന വിഷയമാണ്. പക്ഷേ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ ഉയർത്തി കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ VD സതീശനും കൂട്ടരും അവർ കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് ഏൽപ്പിച്ച പോറലെന്താണ്? ഇവിടെ സംഘപരിവാരത്തിന് എതിരായി ആര് നിൽക്കുന്നു എന്നതാണ് ചോദ്യമെങ്കിൽ ആ ചോദ്യം ചോദിക്കാനുള്ള അവകാശം പോലും ശ്രീ വി ഡി സതീശൻ്റെ കൂട്ടർക്കുമില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ സമീപകാലത്തെയും കേരളത്തിലെ സംഘപരിവാരത്തെ വളർത്തുന്നതിൻ്റെയും ചരിത്രം പരിശോധിച്ചാൽ അറിയാം. കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ 3 പേർ, 4 പേരിൽ 3 പേർ, R ശങ്കറിൻ്റെയും K കരുണാകരൻ്റെയും AK ആന്റണിയുടെയും മക്കളെ BJPക്ക് കൊടുത്ത ആളുകളാണ് ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഇപ്പോഴും ഈ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളുകൾ BJPയോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇവിടെ KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവാണ് ഇവിടെ ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിലൊരു സീറ്റ്, രാജ്യസഭാ സീറ്റ്, ഏതാണ്ട് പകുതി കാലയളവുള്ളൊരു സീറ്റ് അവിടെ വിട്ടുകൊടുത്ത് അതിൽ MBA കൊടുത്ത് നവനീത് സിംഗ് ബിട്ടു എന്ന് പറയുന്നയാളെ മോദിയുടെ മന്ത്രിസഭയിലേക്ക് എത്തിച്ചു കൊടുത്തയാളാണ് ഇവിടെ വന്ന് RSSനെ പ്രതിരോധിക്കാൻ വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എന്ത് അവകാശം? ഇവർ എല്ലാവരെയും ഒരേ രീതിയിൽ തന്നെ, ഏത് വർഗീയതയായാലും ആ വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ നിലപാട് ഉള്ളത് കൊണ്ടാണ് കേരളത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തലപൊക്കാത്തത്. ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആളുകൾക്ക് നേരെ അക്രമം ഉണ്ടാകാത്തത്, എല്ലാവർക്കും സ്വൈര്യവും സ്വസ്ഥവുമായി ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. ആ അന്തരീക്ഷത്തെ തകർക്കാൻ വേണ്ടി എപ്പോഴും ഇത്തരം കാര്യങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് കോൺഗ്രസ് ഒരു കനകോലു സിദ്ധാന്തത്തിലൂടെ ചില കാര്യങ്ങൾ മാത്രം വല്ലാതെ പരാമർശിച്ചു പോവുകയും മറ്റു ചില കാര്യങ്ങൾ എല്ലാം തമസ്കരിച്ചു പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതെല്ലാ കാലത്തും നടക്കുമെന്ന് കരുതണ്ട. അതൊരു കനകോലു സിദ്ധാന്തം മാത്രമാണ്. ചില വിഷയങ്ങൾ മാത്രം മാധ്യമങ്ങളെ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കുക, മറ്റു ചില വിഷയങ്ങളിലെല്ലാം ഒഴിഞ്ഞു മാറിപ്പോവുക എന്ന മോഡിയുടെ കടുത്ത വർഗീയതയെ നിങ്ങൾ രാഷ്ട്രീയമായി വിമർശിക്കുമ്പോൾ തന്നെ വെള്ളാപ്പള്ളിയുടെ ഇങ്ങനെ മൃദു സ്വഭാവത്തിൽ ചേർത്ത് പിടിക്കുമ്പോഴും അതും രാഷ്ട്രീയമായ പ്രശ്നമുണ്ട്. സജീഷ്, അങ്ങനെയൊക്കെ എത്താം. ശ്രീ രാജീവ് പി നായർ, കനകോലു
ഒരു മൃദു മൃദുവുണ്ട് സ്വഭാവമില്ല. അല്ലെ? അങ്ങ് പറയൂ സാർ. വർഗീയപരമായ അല്ലല്ല, അങ്ങ് ഏത് പറയൂ. ഇടപെടലിനെയും ഞാൻ ഒറ്റ ആ ചോദ്യം കൂടി ചോദിക്കുന്നുള്ളൂ. നിലയിൽ മലപ്പുറം കാണുന്നു. പ്രത്യേക രാജ്യമാണെന്ന് നിങ്ങൾ പറയുന്ന തെരഞ്ഞെടുപ്പ് അസംബന്ധമാണെന്ന് പറയാൻ പർവ്വതീകരിക്കാൻ എസ് കെ സതീഷ് വേണ്ടി പറ്റുമോ? ശ്രമിക്കുമ്പോൾ അതിന്റെ മുന്നിൽ വന്ന് നിൽക്കണമെന്നുള്ള ഇല്ല, താല്പര്യമൊന്നും മലപ്പുറം ഒരു ഞങ്ങൾക്കില്ല. പ്രത്യേക രാജ്യമാണെന്ന് പറയുന്നതും കാന്തപുരത്തിനെ പള്ളു വിളിക്കുന്നതും കോട്ടയത്ത് പോയി ക്രൈസ്തവ വിരുദ്ധ പറയുന്നതും അസംബന്ധമാണ്. വെള്ളാപ്പള്ളി നിങ്ങൾ പറയുന്നത് വർഗീയതയാണ്, നിങ്ങൾ പറയുന്ന നിങ്ങൾ കേരള തൊഗാടിയാവരുത് എന്ന് പണ്ട് പിണറായി പറഞ്ഞ ആർജവത്തിൽ പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല, ഉണ്ടോ? എന്ത് സംശയം? പറയേണ്ടത് പറയേണ്ടത് ആര് പറഞ്ഞു? എപ്പോഴും പറയും. ആരും ആ നിലപാട് പറഞ്ഞിട്ടില്ല. സ്വീകരിച്ചാണ് പോയത്. ഇതുവരെ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. വർഗീയ അസ്വാരസ്യം ഉണ്ടാക്കാൻ കാറിൽ വേണ്ടി ആരെയും കയറ്റിയത് ശരിയല്ല എന്ന് ബിനോയ് നിലപാട് വിശ്വം പറഞ്ഞപ്പോൾ അത് സ്വീകരിച്ചിട്ടില്ല. ബിനോയുടെ ശരിയാണ്, എന്റെ ശരി കാറിൽ കയറ്റുന്നതാണ് എന്നാണ് മുഖ്യമന്ത്രി പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ചില അജണ്ടയുണ്ട്. ആ അജണ്ടക്കനുസരിച്ച് ഞങ്ങൾ സംസാരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നടക്കില്ല, അത്രേ ഉള്ളൂ. ഇല്ല, അജണ്ട ഒന്നുമില്ല. നമ്മുടെ സംശയം എന്താണ്? അവർ ചെയ്യുന്നത് പോലെ ഇവിടെ കലാപം ഉണ്ടാക്കാൻ വരുന്ന ആളുകൾക്ക് കേസ് പിൻവലിച്ചു കൊടുക്കലും ഓക്കെ, MD കോളേജിൽ അത് ഒരു രാജ്യപേരോട് ചോദിക്കാം, പോലീസ് ഒരു തർക്കമില്ല ഉദ്യോഗസ്ഥന്റെ കാര്യം. കാല് ബോംബെറിഞ്ഞ് തകർത്ത ABVP കാരന്റെ കേസ് പിൻവലിച്ചു കൊടുക്കലും ഒന്നും ഭരണപരമായി ചെയ്തു കൊടുക്കലല്ല ഞങ്ങളുടെ കടമ. ഓക്കെ, ഇതിനേക്കാൾ നൂറിലൊന്ന് വർഗീയത പറഞ്ഞ സമയത്ത് കടുത്ത ഭാഷയിൽ റോഡിൽ ഇറങ്ങി നിന്ന് നേരിട്ട നേതാവുണ്ട്. ആ നേതാവിന്റെ പേരെന്താണ്? VS അച്യുതാനന്ദൻ. അതിനെ തുടർന്ന് ഈ പറയുന്ന കേരള തൊഗാടി എന്നും വിഷനാവെന്നും വർഗീയനാവെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു നേതാവുണ്ട്. അതിന്റെ പേര് പിണറായി വിജയൻ. ആ വാക്കും ആ നിലപാടൊക്കെ എവിടെ പോയി എന്ന് സ്വാഭാവിക ചോദ്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.